പന്തീരങ്കാവ് പീഡനക്കേസ് പ്രതി രാഹുലിനായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. മറ്റന്നാൾ കേസ് വീണ്ടും കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. രാഹുലിനൊപ്പം കഴിയാൻ താൽപര്യമില്ലെന്നറിയിച്ച പെൺകുട്ടി മാതാപിതാക്കൾക്കൊപ്പം പറവൂരിലെ വീട്ടിലേക്ക് മടങ്ങി. കറിയിൽ ഉപ്പും പുളിയും ഇല്ലെന്ന് പറഞ്ഞായിരുന്നു യുവതിക്ക് മർദ്ദനമേറ്റത്. സിനിമാ കഥയെ വെല്ലുന്ന വഴിത്തിരിവുകളായിരുന്നു പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ നടന്നത്. ക്ലൈമാക്സിൽ ഇരുവരും വീണ്ടും ഒന്നിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം മീൻകറിയിൽ ഉപ്പ് കുറഞ്ഞതിന്റെ പേരിൽ ഭർത്താവിൽ നിന്നും മർദ്ദനം നേരിട്ട യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. തുടർന്ന് യുവതി പോലീസിൽ ഗാർഹിക പീഡനത്തിന് വീണ്ടും പരാതി നൽകുകയായിരുന്നു. അതേസമയം പാലാഴിയിൽ മദ്യപിച്ച ബഹളം ഉണ്ടാക്കിയതിന് പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നോക്കാം പന്തീരങ്കാവിലെ നാൾവഴികൾ. 2024 മെയ് 5 ഗുരുവായൂരിൽ വെച്ച് രാഹുലും പരാതിക്കാരിയായ യുവതിയും തമ്മിലുള്ള വിവാഹം നടന്നത്. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം യുവതിയുടെ ബന്ധുക്കൾ വിരുന്നിനെത്തിയപ്പോഴാണ് പീഡന വിവരം അറിയുന്നത്. പറവൂർ സ്വദേശിയായ യുവതിയെ പന്തീരാങ്കാവിലെ ഭർത്തൃവീട്ടിൽ വെച്ച് ഭർത്താവ് രാഹുൽ ക്രൂരമായി മർദ്ദിച്ചെന്നായിരുന്നു പരാതി. കഴുത്തിലടക്കമുള്ള പരിക്കുകളെപ്പറ്റി വീട്ടുകാർ അന്വേഷിച്ചതോടെയാണ് യുവതി മർദ്ദന വിവരം വീട്ടുകാരോട് പറയുന്നത്. തുടർന്ന് യുവതിയും കുടുംബവും പോലീസിൽ പരാതി നൽകി. മദ്യലഹരിയിൽ രാഹുൽ മർദ്ദിച്ചെന്നും മൊബൈൽ ചാർജറിന്റെ കേബിൾ കഴുത്തിലിട്ട് മുറുക്കിയെന്നുമായിരുന്നു യുവതി അന്ന് നൽകിയ മൊഴി. രാഹുലിന്റെ കുടുംബം തുടക്കം മുതലേ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചിരുന്നു. പരാതി ലഭിച്ചിട്ടും അന്വേഷണത്തിൽ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്ന് പന്തീരാങ്കാവ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സരീനെ സസ്പെൻഡ് ചെയ്തു. പ്രാഥമിക പോലീസ് അന്വേഷണത്തിനിടെ വിദേശത്തേക്ക് കടന്നുകളഞ്ഞ രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ച സുഹൃത്തിനെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു. രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുത്ത സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ശരത് ലാലിനും സസ്പെൻഷൻ നേരിടേണ്ടി വന്നു. സ്ത്രീധന ആരോപണങ്ങൾ നിഷേധിച്ച രാഹുൽ പിന്നീട് ഗാർഹിക പീഡനം നടന്നതായി സമ്മതിക്കുകയായിരുന്നു. പരാതിക്കാരിയുടെ ഫോണിലെ മെസ്സേജുകളും കോളുകളുമാണ് ആക്രമണത്തിന് കാരണമെന്നായിരുന്നു രാഹുലിന്റെ വിശദീകരണം. എന്നാൽ ജൂൺ 24 കഥ മാറിമറിഞ്ഞു. തന്റെ പരാതിയിൽ കഴമ്പില്ല എന്നും മാതാപിതാക്കന്മാരുടെയും കുടുംബത്തിന്റെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് പരാതി നൽകിയതെന്നും യുവതി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിൽ വെളിപ്പെടുത്തി. വീഡിയോ പുറത്തു വന്നതോടെ തനിക്ക് കുടുംബത്തിൽ നിന്നും ഭീഷണിയുണ്ടെന്ന് അറിയിച്ച യുവതിയെ പിന്നീട് കാണാതായി. പിന്നാലെ മകളെ കാണാനില്ലെന്ന് യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. എന്നാൽ പിന്നീട് യുവതി തന്നെ മാധ്യമങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ടു. ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ രാഹുൽ കേസ് ഒത്തുതീർപ്പാക്കാനായി ഹൈക്കോടതിയെ സമീപിച്ചു. പിന്നാലെ ഇരുവർക്കും കോടതി കൗൺസിലിംഗ് നിർദ്ദേശിച്ചു. ശേഷം യുവതി പരാതി പിൻവലിക്കുകയും ഒക്ടോബർ 25 കോടതി കേസ് ഒത്തുതീർപ്പാക്കുകയും ചെയ്തു. ഇതോടെ ഇരുവരും വീണ്ടും ഒരുമിച്ച് ജീവിതം തുടർന്നു. ഇന്നലെയാണ് കഥയിലെ അടുത്ത വഴിത്തിരിവ്. 1.5 മാസത്തെ ഒരുമിച്ചുള്ള ജീവിതത്തിന് ശേഷം വീണ്ടും യുവതി പീഡന പരാതി ഉന്നയിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മീൻകറിയിൽ ഉപ്പ് കുറഞ്ഞതിന്റെ പേരിൽ രാത്രി ഭർത്താവിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. തുടർന്ന് പോലീസ് മൊഴിയെടുത്തപ്പോൾ മർദ്ദനത്തിൽ പരാതിയില്ലെന്നാണ് ആദ്യം യുവതി പോലീസിനോട് പറഞ്ഞത്. തുടർന്ന് മാതാപിതാക്കൾ എത്തിയതോടെ പരാതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയായിരുന്നു. 1.5 മാസത്തിനിടയിൽ നിരവധി തവണ മകളെ രാഹുൽ മർദ്ദിച്ചതായും വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പോലും അനുവാദമില്ലെന്നും മാതാപിതാക്കൾ പറഞ്ഞു. അതിനിടെ ആശുപത്രിയിൽ നിന്ന് മുങ്ങിയ രാഹുലിനെ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയതിന് പാലാഴിയിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഭാര്യയുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്ത പ്രതിക്കെതിരെ വധശ്രമം, ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. യുവതി മാതാപിതാക്കളോടൊപ്പം സ്വന്തം വീട്ടിലേക്ക് പോയി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.